കർത്താവ് ഇന്ന് രാത്രിയിൽ ആരൊക്കെയോടോ പറയുന്നു, എൻ്റെ തലമുറയ്ക്ക് ഇനി ഒരു ഭാവി ഉണ്ടാകുമോ? എൻ്റെ തലമുറ രക്ഷപ്പെടുമോ? എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമോ എന്ന് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിലുണ്ട്. കർത്താവ് ഇന്ന് രാത്രിയിൽ പ്രവചന ശബ്ദമായി നിന്നോട് പറയുന്നു, നിന്റെ തലമുറയെ ദൈവം ഓർക്കുന്ന സമയങ്ങളാണിത്. നിന്റെ തലമുറയെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ചിലരുടെ തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് വഴികളെ തുറക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ പ്രവചന ശബ്ദമായി വിളിച്ചു പറയുന്നു. നീ അധ്വാനിച്ചതും നീ ഓടിയതും എന്റെ ദൈവം മറന്നു കളഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ പുസ്തകത്തിൽ അതുണ്ട്. ദൈവം പറയുന്നു, ആരുടെയൊക്കെയോ തലമുറകൾക്ക് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ എന്റെ ദൈവം തുറക്കുന്നു. ആ ദൂതിനെ സ്വീകരിക്കുന്നവർ കരങ്ങളെ അടിച്ച് നീ ചെയ്തതിനേക്കാൾ അപ്പുറം നിന്റെ തലമുറകളെ കൊണ്ട് ചെയ്യിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നീ ചെയ്ത ശുശ്രൂഷകളുടെ 10 മടങ്ങ് ശുശ്രൂഷകൾ ചെയ്യിക്കാൻ, നിന്റെ തലമുറയെ കൊണ്ട് ചെയ്യിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രവാചകന്മാർ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുരോഹിതന്മാർ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷകന്മാർ ഇവിടെ കൂടിയിരിക്കുന്ന ചിലതിന്റെ തലമുറകളിൽ നിന്ന് ആത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നന്നായി കരമടിച്ച് ദൂതിനെ സ്വീകരിക്കുന്നവർ, നീ ചെയ്തതിന്റെ ഇരട്ടി അഭിഷേകത്തോടുകൂടെ, നീ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നതിന്റെ ഇരട്ടി അഭിഷേകത്തോടുകൂടെ നിന്റെ തലമുറകളെ ഉപയോഗിക്കാം. ഞാൻ ഈ ദൂതുകളെ പറയുമ്പോൾ 10 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള ചില കുഞ്ഞുങ്ങളെ ദൈവം തന്റെ രാജ്യത്തിന് വേണ്ടി ഈ നാളുകളിൽ ശക്തിയോടെ ഉപയോഗിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ആ ദൂത് ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ എത്ര പേരുണ്ട്? ആത്മാവ് പറയുന്നു, 10 വയസ്സിനും 18 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്രവാചകന്മാരെ തലമുറകളുടെ ഇടയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നു.